ആദ്യ പരീക്ഷണ ദൗത്യത്തെ പിഴവുകൾ തിരുത്തി ISROയുടെ ചെറിയ ഉപഗ്രഹ വിക്ഷേപണ റോക്കറ്റ് SSLV-D2 ഇന്ന് വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് രാവിലെ 9:18 വിക്ഷേപണം. SSLV-D1 വിക്ഷേപണ വാഹനത്തിന്റെ ആദ്യ ദൗത്യം പരാജയപ്പെട്ടിരുന്നതിനെ തുടർന്ന് ആദ്യ വിക്ഷേപണ വാഹനത്തിന്റെ സാങ്കേതിക ഘടനയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാണ് ISRO വിക്ഷേപണം നടത്തുന്നത്. ഇന്ത്യയുടെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-07, സർവകലാശാലാ വിദ്യാർത്ഥികളുടെ കമ്മ്യൂണിക്കേഷൻ നാനോ ഉപഗ്രഹം ആസാദി-സാറ്റ്-2, അമേരിക്കയുടെ ആന്താരിസ് എന്ന സ്ഥാപനത്തിന്റെ ചെറിയ ഉപഗ്രഹം ജാനസ് നോട്ട് 1 എന്നിവ ഭൂമിയിൽ നിന്ന് 450 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ വിക്ഷേപിക്കുകയാണ് ദൗത്യം. ഉപഗ്രഹങ്ങളുടെ മൊത്തം ഭാരം 334 കിലോഗ്രാമാണ്. EOS-07 200 കിലോഗ്രാം, മറ്റു രണ്ടിനും കൂടി 134 കിലോഗ്രാം ഭാരവുമാണുള്ളത്. പൂർത്തിയാകാത്ത ആദ്യ ദൗത്യത്തിന്റെ പിഴവുകൾ 6 മാസത്തിനകം തിരുത്തി വീണ്ടും വിക്ഷേപിക്കുന്നത് ഇന്ത്യൻ ബഹിരാകാശ ദൗത്യത്തിൽ ഇതാദ്യമാണ്. ആദ്യ വിക്ഷേപണത്തിലെ ഇന്ധനക്ഷമത, റോക്കറ്റ് ഘട്ടങ്ങളുടെ വേർപെടുത്തലുകൾ, ഗതിനിർണയ സംവിധാനം, സോഫ്റ്റ്വെയർ, ഉപഗ്രഹങ്ങളുടെ പുറംതള്ളൽ തുടങ്ങിയവയെല്ലാം വിലയിരുത്തി. റോക്കറ്റിന്റെ 3ാം സ്റ്റേജിലുണ്ടായ കുലുക്കവും അതുമൂലം ഗതി നിയന്ത്രണ സംവിധാനത്തിലുണ്ടായ മാറ്റവുമാണ് ദൗത്യം പരാജയപ്പെടാൻ കാരണം. ഇതെല്ലാം പരിഹരിച്ചാണ് 2ാം വിക്ഷേപണം. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 7-നായിരുന്നു ആദ്യ വിക്ഷേപണം. 137 കിലോഗ്രാമുള്ള ഭൗമനിരീക്ഷണ ഉപഗ്രഹം EOS-02, സ്പേസ് കിഡ്സ് ഇന്ത്യ വിദ്യാർത്ഥി നിർമ്മിച്ച ആസാദി-സാറ്റ് എന്നിവയാണ് അന്ന് നഷ്ടമായത്. PSLV, GSLV ദൗത്യങ്ങൾക്ക് ശേഷമാണ് ISRO ഹ്രസ്വദൂര റോക്കറ്റ് നിർമ്മിക്കുന്നത്. 10 മുതൽ 500 കിലോ വരെ ഭാരമുള്ള ചെറു ഉപഗ്രഹങ്ങൾ ഭൂമിയിൽ നിന്ന് 500 കിലോമീറ്റർ വരെയുള്ള ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള റോക്കറ്റാണിത്. PSLV വിക്ഷേപണത്തിനൊരുക്കാൻ 1.5 മാസം വേണം. SSLVക്ക് ഒരാഴ്ച മതി. ചെലവ് കുറവെന്നതാണ് ദൗത്യത്തിന്റെ പ്രത്യേകത. ദൗത്യം വിജയിച്ചാൽ നിർമ്മാണവും വിക്ഷേപണവും ISROയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ഏറ്റെടുക്കും. പിന്നീട് സ്വകാര്യ മേഖലയിൽ റോക്കറ്റ് നിർമ്മിക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.